ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. അത് നമ്മുടെ നേന്ത്രപ്പഴം റവയും വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ തൊലി കറുപ്പുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഴുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ നെയ്യൊന്ന് ചൂടായതിന് ശേഷം നേന്ത്രപ്പഴം ഞാൻ ഒരു എണ്ണാട്ട് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വാട്ടിയെടുക്കാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ പാനിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതെ ഒന്ന് ജസ്റ്റ് ഞാനിതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്തതായത് കൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങോട്ട് വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലോണം ഉടഞ്ഞു വരും കേട്ടോ. പിന്നെ ചെറുതായിട്ട് ഞാനൊന്ന് ഒന്ന് ഉടച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴമായ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മളിതിലേക്ക് അധികം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണ്ട. പഞ്ചസാര കൂടി പോയാലും നമുക്കത് കഴിക്കാനായിട്ട് പറ്റില്ല, പെട്ടെന്ന് തന്നെ മട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 2 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നല്ലപോലെ നേന്ത്രപ്പഴം പഞ്ചസാരയൊക്കെ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് നല്ല മഞ്ഞ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണാണ് കേട്ടോ നാളികേരം ചെറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നാളികേരം കൂടുമ്പോൾ നമ്മളതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്ത് നമുക്കിതൊന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതേ പാനിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചപ്പോൾ തന്നെ അതേ പഴം നല്ല രീതിയിൽ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതൊന്ന് മാറ്റി അതേ പാനിൽ തന്നെ ഞാനൊരു 2-3 ടീസ്പൂൺ പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അധികമൊന്നും വേണ്ട, അത്ര മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് റവയിൽ നിന്ന് ഒരു 5 ടീസ്പൂണും അല്ലെങ്കിൽ ഒരു 4 ടീസ്പൂൺ റവ ഇതേപോലെ നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആ പാലൊക്കെ ഒന്ന് വറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പാലിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ആ നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു നനവുണ്ടാവില്ല, അതിൽ തന്നെ റവ ചേർത്തിട്ട് ഇളക്കി കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആ റവയിലേക്ക് ഞാൻ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റവ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കരുത്, നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ കണക്കറിയുള്ളൂ. അല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 3/4 ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ള റവയും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് എനിക്ക് ആ 1 കപ്പ് റവ ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാണ്ട് 1 കപ്പിൽ നമുക്ക് അളവ് കപ്പൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് റവ എടുക്കുക, എന്നിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ വലുപ്പം കൂടുതലൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള റവ ചേർത്ത് കൊടുക്കണുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പഴം വാട്ടിയെടുക്കുമ്പോൾ തന്നെ ചേർക്കേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏലക്കയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറിന് തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ടാണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് ഡ്രൈ ആയിപ്പോൾ നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടോടുകൂടി തന്നെ കയ്യിൽ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ ഞാനിത് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കുഴച്ചെടുത്തപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു, ആ ചൂടോട് കൂടി തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇത് ഇതേപോലെ ചെറിയ ഉരുളയാണ് കേട്ടോ, അധികം വലുപ്പമൊന്നുമില്ല, ചെറിയൊരു ഉരുളെടുത്തിട്ട് ഞാൻ അതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അത് ഈ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ വെറുതെ ഉരുട്ടിയിട്ട് ആയാലും കൊടുക്കാം കേട്ടോ, റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തത്തിൽ അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കറുത്ത പഴമൊക്കെ ആകുമ്പോൾ കുട്ടികൾ കഴിക്കില്ല കേട്ടോ. അവർ നമുക്ക് തന്നെ അത് കഴിക്കാൻ അങ്ങോട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനത്തെ പഴങ്ങളൊക്കെ കളയാണ്ട് ഇതുപോലെ റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്, മധുരത്തിന് മധുരമുണ്ട്. എന്നാൽ നാളികേരം നമ്മളതിൽ ചേർക്കുമ്പോൾ ആ നാളികേരം കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, പ്രത്യേകിച്ചും എണ്ണയിൽ പൊരിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റും കൂടിയാണല്ലോ. അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാതും അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ.
അതിന് മൊത്തത്തിൽ ഞാൻ ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ ഞാനിവിടെ എണ്ണയും കൂടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഇപ്പോൾ ഇതേ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വല്ലാണ്ട് തീ കൂട്ടി വെക്കാനും പാടില്ല, കരിഞ്ഞു പോകും കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്ന ടൈമിലും പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലാണ്ട് അധികം നേരം വെക്കാനും പാടില്ല. തീ കുറച്ചൊന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇത് റവയായ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ അധിക നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ എടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ പുറം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റാണ് കേട്ടോ. നേന്ത്രപ്പഴവും അതുപോലെ തന്നെ നാളികേരമൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതൊന്നും അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് അടിച്ചെടുത്തിട്ടൊന്നല്ലല്ലോ ചേർക്കുന്നത്, അങ്ങനെ അങ്ങോട്ട് ചേർക്കല്ലേ. അപ്പോൾ നല്ല കടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഏലക്കായുടെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് നെയ്യ് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അധികം നെയ്യ് അങ്ങോട്ട് ആഡ് ചെയ്തിട്ടില്ല, അത് വാട്ടിയിൽ മാത്രമാണ് കേട്ടോ. വാട്ടി കഴിഞ്ഞിട്ട് നമ്മളത് കുഴച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതേ മൊത്തത്തിൽ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ ഇതുപോലത്തെ കുറേ റെസിപ്പികളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് അതും കൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ ഇതേ മൊത്തത്തിൽ ഞാൻ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് 4 മണി പലഹാരം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.